എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. തക്കാളിക്കായും മുരിങ്ങയ്ക്കായും ചേർത്ത് നല്ല കുറുകിയ ചാറോടുകൂടി എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു മുരിങ്ങയ്ക്ക അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി നടുക്കൂടി ഇതുപോലെ ഒന്ന് കീറിയെടുത്ത് ഈ വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തക്കാളിക്ക, വലിയൊരു തക്കാളിക്കാണ്, അതും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി ചെറിയ ഉള്ളി, 2 പച്ചമുളക്. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിക്ക, അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായ, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിന് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരടപ്പ് വെച്ച് നമുക്ക് ഇതങ്ങ് വേകാനായിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അരക്കപ്പളവിന് തേങ്ങ, ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് താഴെയായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇവിടെ തേങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ വേകാനായിട്ട് വെച്ചിട്ടുള്ള തക്കാളിക്ക മുരിങ്ങയ്ക്കായ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എത്ര ചാറ് വേണമോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് ലൂസാകാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചാറ് കിട്ടാനായിട്ട്. അതേ തീയിൽ തന്നെ ഞാൻ വെച്ചിരിക്കുവാണ്. ഈ അരപ്പൊന്ന് ചൂടാകാൻ വേണ്ടിയാണ്. ഉപ്പ് കുറവായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കുക. കറി അങ്ങ് തിളച്ച് പോകരുതൊന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന കടുക് താളിച്ച് ഒഴിക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടെ ഇട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് കൊണ്ട് ഈ കറി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക തക്കാളിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കറി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കറി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ബൈ.